നാം ചിന്തിക്കണം. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, പരിശുദ്ധ ഖുർആൻ ഓതുന്നവരല്ലേ നമ്മൾ? ഖുർആനിൽ ഓരോ അധ്യായങ്ങൾ കാണാം. ഉദാഹരണത്തിന് സൂറത്തുൽ ബഖറ. എന്താ അതിന്റെ അർത്ഥം? സൂറത്തുൽ ബഖറ. അപ്പൊ നമ്മൾ ഇയാളങ്ങ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അർത്ഥം പറയും, പശുവിനെ കെട്ടാൻ തൊഴുത്ത് സെറ്റപ്പ് ചെയ്ത സൂറത്ത്. സൂറത്തുൽ ബഖറ, ബഖറ എന്ന് പറഞ്ഞാൽ പശു എന്നാണല്ലോ. സൂറത്തുൽ അങ്കബൂത്ത് എന്ന് കാണാം. എന്താണ് അതിന്റെ അർത്ഥം? അങ്കബൂത്ത് എന്ന് പറഞ്ഞാൽ ചെലന്തിത. അപ്പൊ ഇയാൾ അതിനർത്ഥം വെക്കും, ചെലന്തി വല കെട്ടിയ സൂറത്ത്. നല്ല രസമുണ്ടല്ലേ? സൂറത്തുൽ നംല്, നംലി എന്ന് പറഞ്ഞാൽ ഉറുമ്പ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഉറുമ്പ് അരിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്ത്. സൂറത്തുൽ ഫീൽ, ആന എന്നാണ് ഫീലിന്റെ അർത്ഥം. ആന മതമിളകിയ സൂറത്ത് ഇതായിരിക്കും. ഈ സൂറത്ത് ആരെങ്കിലും ഓതിയിട്ടുണ്ടെങ്കിൽ ആന അങ്ങോട്ട് മതളകും. ഇതായിരിക്കും അതിന്റെ അർത്ഥം, അല്ലേ? എന്ത് തോന്നിവാസമാണ് ഈ പറയുന്നത്? ഒരു വിഷയത്തിനിക്ക് സ്ഥാപിച്ച പേര് അത് ഏത് രൂപത്തിലെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാതെ തീരെ വിവരമില്ലാത്ത ആളുകളുടെ സ്വഭാവത്തിൽ സംസാരിക്കുന്നത് ഒരിക്കലും മുസ്ലിമിന് യോജിച്ചതല്ല എന്ന പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ. എന്നിട്ട് അതിന് അർത്ഥം പറഞ്ഞ് അത് നരകത്തിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ളത് സലാത്താണെന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് അവസാനം അയാൾ പറഞ്ഞ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. എന്താണ് അവസാനം പറഞ്ഞത്? ഇതാരുടെ സുന്നത്താട്? പേടിച്ചുപോയി. ഇതാരുടെ സുന്നത്താട്? അഥവാ സുന്നത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതും പറഞ്ഞതും പ്രോത്സാഹിപ്പിച്ചതുമല്ലേ? ഇതാര് പഠിപ്പിച്ചതാണ്? ഏതെങ്കിലും ഔലിയാക്കൾ പഠിപ്പിച്ചാൽ അത് സ്വലാത്താണോ എന്ന നിലക്കാണ് അയാളുടെ ചോദ്യം. അതേ മനുഷ്യൻ തന്നെ അതിൽ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. സ്വലാത്തിന്, നാരിയത്തു സ്വലാത്തിനൊക്കെ പോകുന്ന ആളുകളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ 2 കൊല്ലം അങ്ങനെയാണ് പോയിക്കോളി. അത് പറ്റുമോ? അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കുവാനെ. ആരുടെ സുന്നത്തായത് ഈ സ്വലാത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? അത് വേറെ ആരെങ്കിലും പഠിപ്പിച്ചാണോ? അപ്പൊ ഞാൻ അവരോടും ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ സ്വലാത്തിന് പോ, 2 കൊല്ലം അങ്ങനെ കേട്ടെ. നിങ്ങൾ സ്വലാത്തിന് പോ, 2 കൊല്ലം അങ്ങനെ കേട്ടെ. ജനങ്ങൾക്ക് നരകത്തിൽ കിടക്കുന്ന സ്വലാത്താണെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പരിചയപ്പെടുത്തി ഉത്ബോധനം നടത്തി അയാള് നരകത്തിൽ പോകാൻ വേണ്ടിയിട്ട് 2 വർഷത്തെ ഗ്യാരണ്ടി കൊടുക്കുകയാണ് പോലും. ഇത് പറ്റുമോ? നരകത്തിൽ നിന്ന് ജനങ്ങളെ ക്ഷണിക്കല്ലേ വേണ്ടത്? 2 കൊല്ലല്ല, ഇനി മേലാൽ പോകരുത്. പോയതിനിക്ക് അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം. ഇത് പറയേണ്ട മനുഷ്യൻ അയാളുടെ നാവിനെ കൊണ്ട് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയിപ്പിക്കുകയാണ്. പറഞ്ഞ വാചകത്തിൽ തന്നെ വൈരുദ്ധ്യം വന്ന് ജനങ്ങൾ കാര്യം മനസ്സിലാക്കട്ടെ എന്ന നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് പ്രകടമാകുന്നു, അല്ലാഹുവിന്റെ കഴിവ് പ്രകടമാവുകയാണ്. എന്നാൽ